മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയിൽ നിന്ന്. എനിക്ക് 12 വയസ്സുള്ള കാലത്ത് കൽക്കത്തയിലെ ചൗരംഗിയിൽ ഘോഷ് എന്നൊരു ദന്തവൈദ്യനുണ്ടായിരുന്നു. ദന്തചികിത്സയിൽ ഉപരിപഠനത്തിനായി അനേകം വർഷങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ കഴിച്ചുകൂട്ടിയ ഒരാളായിരുന്നു അദ്ദേഹം. എൻ്റെ ലേശം ഉന്തിയ പല്ലുകൾ ഭംഗിയാക്കാനാവുമോ എന്ന് ശ്രമിക്കാനായി എൻ്റെ അച്ഛൻ എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. ഘോഷ് സന്തുഷ്ടനായിരുന്നു. അദ്ദേഹം ഞങ്ങളെ 2 ഫോട്ടോഗ്രാഫുകൾ കാട്ടി. ഒന്ന് ഒരു വികൃത മുഖവും മറ്റേതൊരു സുന്ദര മുഖവും. 2 ഫോട്ടോഗ്രാഫുകളും ഒരേ പെൺകുട്ടിയുടേതാണെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ മുഖം ചൂണ്ടി അദ്ദേഹം തുടർന്നു. ഈ കുട്ടിക്ക് അതിസുന്ദരമായ പുരുക്കക്കൊടിയുണ്ട്, മനോഹരമായ കണ്ണുകളുണ്ട്, നീണ്ടുരുണ്ട മുഖമുണ്ട്. പല്ലുകൾ ഇത്തിരി പരിഷ്കരിച്ചെടുത്താൽ ആൾ സുന്ദരിയാവും. ഞാനും എൻ്റെ അച്ഛനും അദ്ദേഹത്തെ വിശ്വസിച്ചു. ചികിത്സ 2 വർഷം നീണ്ടു. ഇക്കാലത്തിലൊരിക്കൽ വേനലവധിക്ക് ഞാൻ നാലപ്പാട്ട് വീട്ടിലേക്ക് പോയി. എൻ്റെ അമ്മ തുന്നൽക്കാരൻ കുമാരനോട് പറഞ്ഞ് എനിക്ക് 2 വെള്ള ബ്ലൗസുകളും ഉപ്പൂറ്റി മൂടുന്ന 2 പച്ച പാവാടകളും തുന്നുവാൻ. ഞാൻ പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കേരളത്തിൽ